ഐഡിയ ബസ് വെറുമൊരു വേദി മാത്രമല്ല, ഇന്ത്യയുടെ പുതിയ സ്വപ്നങ്ങൾ പറക്കാൻ ഒരുങ്ങുന്ന റൺവേയും കൂടിയാണ്. അപ്പോൾ ഈ റൺവേയിൽ ടേക്ക് ഓഫ് ചെയ്ത് പറക്കാനായി തയ്യാറായി നിൽക്കുന്നു നമ്മുടെ ആദ്യത്തെ ഐഡിയ ബസ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ജയ്പൂരിൽ നിന്നുള്ള ഋത്വിക് യാദവിനെ. ഋത്വിക്, ഈ വേദിയിലേക്ക് താങ്കൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു. അപ്പോൾ പിച്ച് ചെയ്യാൻ റെഡിയാണല്ലോ? തീർച്ചയായും. ഓക്കെ, ഗുഡ് ലക്ക്. നമസ്കാരം ടൈറ്റൻസ്. നമസ്കാരം. എൻ്റെ പേര് ഋത്വിക് യാദവ്. ഞാനൊരു കമ്പനിയുടെ ഫൗണ്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പറക്കുന്ന യന്ത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആകാശത്ത് പറക്കുന്നത് മാത്രമല്ല, ഒപ്പം രാജ്യത്തിന്റെ ചിന്തകളെ വേറെ തലത്തിൽ എത്തിക്കുകയും ചെയ്യും. ടൈറ്റൻസ്, നിങ്ങൾ ഡ്രോൺ ധാരാളം കണ്ടു കാണും. പക്ഷേ എപ്പോഴെങ്കിലും ഡ്രോണും എയറോപ്ലെയിനും ചേർന്നിട്ടുള്ള ഒരു രൂപം കണ്ടിട്ടുണ്ടോ? ഐ ഗസ് ചിലപ്പോൾ കണ്ടു കാണില്ല. സോ ലെറ്റ്സ് മീ ഇൻട്രൊഡ്യൂസ് ടു യു കഗേശ്വര അക്ക കെ വായു. സോ ടൈറ്റൻസ്, ഇതാണ് ഇന്ത്യയിലെ ടിൻ ടോട്ട് മെക്കാനിസം, ഹൈബ്രിഡ് EV കോൺസെപ്റ്റ്. ഇത് ഹെലികോപ്റ്ററിനെ പോലെ ടേക്ക് ഓഫും എയറോപ്ലെയിനെ പോലെ പറക്കുകയും ചെയ്യും. ഇത് 100% ഇലക്ട്രിക് ആണ്. ഇത് വളരെ സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് പക്ഷികളൊന്നും പേടിക്കേണ്ട. ടൈറ്റൻസ്, ഇപ്പോഴും ഇന്ത്യയിലെ കുറെ റിമോട്ട് ഏരിയസ് ഉണ്ട്. ബോർഡർ ഔട്ട്പോസ്റ്റുകൾ, ലോജിസ്റ്റിക് ഒക്കാറ്റിക്കൽ സപ്ലൈകൾ എത്തിക്കുവാൻ മണിക്കൂറുകൾ വേണ്ട അവസ്ഥയാണ്. എന്തിന്, ഫ്ലഡഡ് ഏരിയകളിൽ പോലും ഫുഡുകൾ എത്തിക്കണമെങ്കിൽ ഒരുപാട് ഡിലേ ആവുന്നു. കാരണം ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ബോർഡർ ഔട്ട്പോസ്റ്റ് ഇവിടേക്കുള്ളത് ഒരു ഒറ്റ പ്രശ്നങ്ങളാണ്. അതെന്താണ്? ഗ്രൗണ്ടിലുള്ള വാട്ടർ ലെവൽ. ഗഗേശ്വര എന്ന eVTOL ഇൻസൈഡൽ ട്രഡീഷണൽ മെത്തേഡ് കൊണ്ട് ഇതിന് 2 ഇരട്ടി വേഗതയുണ്ട്. ഇനി ലഡാക്കിലെ ഹിൽസ് ആവട്ടെ, സുന്ദർബനിലെ ഐലൻഡ്സ് ആവട്ടെ, ഇതിന് റൺവേസ് ഒന്നുമില്ലാതെ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും. eVTOL മീൻസ് ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് VTOL എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തുനിന്നും പറക്കും, ഉടൻ തന്നെ എത്തേണ്ടിടത്ത് എത്തും. ടൈറ്റൻസ്, ഇന്ന് ഇപ്പോൾ കൂടുതൽ ഡ്രോണുകൾ GPS ഉണ്ടായിട്ടും വഴിമറന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ GPS ഡിനൈഡ് നാവിഗേഷൻ സിസ്റ്റം നമ്മുടെ eVTOLന് ചിന്തിക്കാനുള്ള കഴിവ് നൽകുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ കാട്ടിൽ പെട്ടുകഴിഞ്ഞാൽ ഉടനെ അതിന്റെ കാപ്പബിലിറ്റി എൻഹാൻസ് ചെയ്ത്, അതായത് അതിന്റെ ഓൺബോർഡ് സെൻസേഴ്സ് വഴി, എന്ന് വെച്ചാൽ ഏത് തരം സിറ്റുവേഷനിലും അത് സ്വയം ഉണർന്ന് പ്രവർത്തിക്കും ഫോർ എനി ഒക്കേഷൻ. ഈ ടെക്നോളജി നമുക്ക് പല സ്ഥലത്തിലും പ്രയോജനപ്പെടുത്താൻ പറ്റും. ലോജിസ്റ്റിക്സിലും ഡിഫൻസിലും ബോർഡർ ഔട്ട്പോസ്റ്റ് സപ്ലൈയിലും എല്ലാത്തിലും. ലോജിസ്റ്റിക്, ആമോ, ബോംബ്, ഒപ്പം ഡ്രോപ്സ്, ഫ്ലഡുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സപ്ലൈയിലും ഡിസാസ്റ്റർ ലീഫിലും അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിലും ആൻഡ് ഡോക്ടറി സോൺസിലും അവിടെ എത്താനും ഇതിന് സാധിക്കും. ടൈറ്റൻസ്, നമ്മളൊരു eVTOL പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അടുത്ത ഡിഫൻസ് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിനെ ഒക്കെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലൂടെ ഈ eVTOL വെറും പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രൊട്ടക്റ്റഡ് പവറും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ 1.2 CR ഫോർ 6.5% ഈക്വിറ്റി പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടൈറ്റൻസ്, നിങ്ങളിൽ ആരായിരിക്കും ഞങ്ങളുടെ കൂടെ കൈകോർത്ത് ഭാരതത്തിന്റെ അടുത്ത കൊതിപ്പ്? അപ്പോൾ നമുക്ക് കഗേശ്വരയുമായിട്ട് മുന്നോട്ട് പോകാം. ഇതിവിടെ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. അതായത് പിച്ചിന്റെ അവസാന ലൈന് മുഴുമിക്കുന്നതിന് മുന്നേ ഇവിടെ ബസർ അമർത്തി. നോക്കൂ, ഞാൻ അങ്ങനെ ഒരു സാധാരണ ഇൻവെസ്റ്റർ അല്ല. അതായത് ദൂരെ നിന്ന് തന്നെ എനിക്കൊരു ഇൻവെസ്റ്ററെ തിരിച്ചറിയാൻ പറ്റും. വളരെ നല്ലൊരു ഐഡിയ ആണ്. എനിക്ക് പിന്നെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ബസർ അടിച്ചു പോയത്. അർച്ചന മാഡം, വിരോധമൊന്നുമില്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് ചെക്ക് അയ്യോ, അതൊക്കെ ചെയ്തോട്ടെ. ചെയ്തോളൂ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു ടെക്നോളജി നമ്മുടെ യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രോഡക്ട്സും ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്സും ഉണ്ടല്ലോ, ഇന്ത്യയിൽ വളരെ അത്യാവശ്യമാണ്. എന്തായാലും ആദ്യം നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് പറയൂ ഋത്വിക്. ഞാൻ ജയ്പൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ എൻ്റെ പഠിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലറും മാസ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ കഗേശ്വരയുടെ ജേർണി അവിടെ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾ ഈ ഐഡിയ ബസിന്റെ വേദിയെക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങളൊരു 2 വർഷമായിട്ട് ഈ ഐഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ബേസിക്കലി ഞങ്ങളൊരു സൈലന്റ് മോഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ഒരു റൈറ്റ് ടൈം എന്ന് തോന്നുന്നു. കമേഴ്ഷ്യൽ ഓപ്പറേഷന് വേണ്ടി ഈ പ്രോഡക്റ്റ് ഞങ്ങൾ കമേഴ്ഷ്യൽ ഡിഫൻസിന് യൂസ് ആവുന്ന രീതിയിൽ കൊണ്ടുവരും. സോ ഐഡിയ വാസ് ഫോർ ദ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ഫോർ ആസ് ടു ഷോക്കേസ് ദാറ്റ് ഹൗ ദ ടെക്നോളജി ഫോർ ദാറ്റ് വെരി ഫസ്റ്റ് ടൈം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ടീം ടോട്ടൽ സംതിങ് വിച്ച് ഈസ് സീ ഹിയർ വിത്ത് മീ. The router is everything. കറക്റ്റ്. ഞങ്ങൾ ഈ കഗേശ്വരിൽ ശരിക്കും ഒരു ന്യൂ വേരിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക മോട്ടറാണ്. ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണാം. എന്താണെന്ന് വെച്ചാൽ ഈ സെയിം മോട്ടർ ടേക്ക് ഓഫ് ചെയ്യുന്നു ഹെലികോപ്റ്ററിനെ പോലെ.
പിന്നെ ഇൻ ദ മിഡ് ഫ്ലൈറ്റ് നമ്മൾ ഇതിനെ ടാൻജസും ചെയ്യുന്നു. സോ വി ക്യാൻ ഫ്ലൈ ലൈക്ക് എ എയറോപ്ലെയിൻ. അതായത് ഒരേ മോട്ടോർ കൊണ്ട് 2 തരം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡ്രോൺ അത് കാപ്പബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആ കാപ്പബിലിറ്റിയെ സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. സോ ഹൗ വിത്ത് നോർമൽ മോട്ടോഴ്സ് നമുക്ക് ഈ ട്രഡീഷണൽ അപ്രോച്ചിനെ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇത് ഞങ്ങളുടെ USB കൂടിയാണ്. കാരണം ഇത് ലോജിസ്റ്റിക്കിലായാലും ഡിഫൻസിലായാലും ഒരേപോലെ വർക്കൗട്ട് ആവേണ്ടതാണ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ആകുമ്പോൾ നമ്മൾ ഒരു പുതിയ ഇൻഡിക്കേഷൻ പിടിപ്പിച്ചു, മോഡുലർ പേലോഡ് അറ്റാച്ച്മെന്റ് സിസ്റ്റം. സോ എനിത്തിങ് യു വാണ്ട് ടു ആഡ് വി നീഡ്സ് ക്യാൻ ബി ഡൺ. സോ ഇറ്റ്സ് എ ബിഗ് ബോക്സ്. യു വാണ്ട് ലോജിസ്റ്റിക്, യു വാണ്ട് ക്രിയേറ്റ്, യു വാണ്ട് എനിത്തിങ് ഫോർ ഡിഫൻസ്, എനിത്തിങ് ക്യാൻ ബി ഡൺ. ചുരുക്കത്തിൽ ഒരേ സാധനം തന്നെ നമുക്ക് 2 സൈഡിലേക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അമേസിംഗ്, വെരി വെൽ ഡൺ. ഇതിന്റെ പ്രീലോഡ് കപ്പാസിറ്റി, അതിന്റെ റേഞ്ചിനെ കുറിച്ച് ഒന്ന് പറയൂ. ആദ്യത്തെ പ്രോഡക്റ്റ് പറയാം, AK വായു. ഇതിനാണ് ഞങ്ങൾ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്തുള്ള GPS-ഉം മറ്റ് സിസ്റ്റങ്ങളൊക്കെ വെച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിലധികം 10 കിലോ വരെ കൊണ്ടുപോയി ടു ഷോക്കേസ് ആർ കാപ്പബിലിറ്റി. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റായ K രുദ്രയ്ക്ക് ദാറ്റ് ഹാസ് എ കാപ്പബിലിറ്റി ഓഫ് 100 kg പെർ ലോഡ്. സോ ദിസ് ഈസ് സംതിങ് വി ഹാവ് മേക്കിംഗ് സഫേർഡ് ആൻഡ് ദിസ് ഈസ് സംതിങ്, അതായത് ഇവിടെയാണ് വി വാണ്ട് ടു കഗേശ്വര ടു കമ്മിങ് ടു ദ ലൈൻ. അങ്ങനെയാണ് ഞങ്ങളിത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാ വന്നത്? അതായത് KYU ഞങ്ങൾ ഉണ്ടാക്കിയത് 5.5 to 5.8 lakh. എന്തായി പറയുന്നേ? തീർച്ചയായിട്ടും. Wow, well done, well Very good, done, very good. well done. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഏവിയേഷന്റെ തന്നെ ഏതായാലും സിമിലർ കപ്പാസിറ്റി ആയാലും ആ. ഏകദേശം 100 മില്യണിന്റെയാണ് വരുന്നത്. തീർച്ചയായും. നിങ്ങൾ ഇപ്പോൾ ഈ 7 ലാഖോളം പറഞ്ഞത് വിച്ച് ഈസ് ലെസ് ദാൻ $10,000. കറക്റ്റ്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വെഞ്ചറിൽ, എങ്കിൽ ദ സ്കൈ ഈസ് ദ ലിമിറ്റ്. എങ്കിലും ഇപ്പോഴും Literally. ശരിക്കൊന്നും പറയാറായിട്ടില്ല. Literally. അതെ, ലിറ്ററലി. നിങ്ങളപ്പോൾ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് പറന്നുകൊണ്ടേയിരിക്കും. Thank you. മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. വെൽ ഡൺ, വെൽ ഡൺ. താങ്ക് യു. അല്ല, നിങ്ങളുടെ ഈ ടീമിന്റെ ഏതെങ്കിലും എക്സ്പേർട്സ് ഉണ്ടോ ഫ്രം ദ ഇൻഡസ്ട്രി? ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. വി വാണ്ട് ടു സമ്മൺ ഫ്രം ദ ഇൻഡസ്ട്രി. ഐ വാസ് വെരി യങ്, ദ ടീം വാസ് വെരി യങ്. അപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ ഒരു നല്ല മെന്റർഷിപ്പ് തൽക്കാലം എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ വി സ്റ്റാർട്ടഡ് ഇൻക്യുബേഷൻസ്, ദെൻ വി വെന്റ് ടു ISB, ദെൻ ടു സ്ട്രൈക്സ്. കാരണം ടു ഗെറ്റ് ദ സപ്പോർട്ട് ബോത്ത് ബിസിനസ് പെർസ്പെക്റ്റീവ് ഓൾസോ ആൻഡ് ടെക്നിക് പെർസ്പെക്റ്റീവ് I'll give ഓൾസോ. you all the support. Don't worry. താങ്ക് യു. എന്തായാലും കൊള്ളാം, ഗംഭീരം. ആദ്യം നമുക്കൊന്ന് മാർക്കറ്റ് ഡിമാൻഡ് നോക്കിയേക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വോട്ടിംഗ് മെഷീൻ എടുത്തോളൂ, എന്നിട്ട് നിങ്ങളുടെ ബട്ടൺ അമർത്തിക്കോളൂ. ഇദ്ദേഹത്തിന്റെ ഐഡിയയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Yay! Thank you so much. കണ്ടില്ലേ, ഓഡിയൻസ് അവരുടെ വേർഡിക്റ്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞോളൂ. 1.2 CR, 6.5%. ഞങ്ങൾ 3C ആണ് ബേസ് ചെയ്യുന്നത്. അതിലിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80 lakh കമ്മിറ്റഡ് ആണ്. 40 lakh ബൈ മൈറ്റി, സമൃദ്ധി വഴി ഫോളോ ഫണ്ടിങ് ആൻഡ് 40 lakh ടു ആൻ ഏഞ്ചൽ. ബിക്കോസ് നമ്മൾ ടെക്നോളജി പാർട്ട്നേഴ്സും കൂടിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ടെക്നോളജി ഫോർ ഫിക്സഡ് ഭാരത് 2047. സോ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ ഈസി ആയിരുന്നു ഔട്ട് ഇൻ ടു ദ ഈക്കോ സിസ്റ്റം. Yay! Congratulations. താങ്ക് യു. അപ്പോൾ വരൂ അർച്ചന മേഡം, നിങ്ങളാണ് ബസർ അമർത്തിയത്. നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ നിങ്ങളുടെ ഓഫർ പറഞ്ഞോളൂ. എന്റെ ഓഫർ 1.2 CR for 6.5%. ഇദ്ദേഹം പറഞ്ഞ ആസ്ക് എത്രയായാലും ഞാൻ അത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്ക് ബട്ടൺ തന്നെയായിരിക്കും. എന്നാ വരൂ, കൈ കൊടുത്തോളൂ. അർച്ചന മാഡം, ഞങ്ങളെയും കൂടെ കൂട്ടുവോ? താങ്ക് യു സോ മച്ച്. I mean, really impressive. നിങ്ങൾ ചോദിച്ച ആസ്ക് കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ തന്നെ തന്നിരിക്കുകയാണ്. അപ്പോൾ അർച്ചന മാഡം പറയാനൊന്നുമില്ല, നിങ്ങളാണ് പറഞ്ഞത്, എല്ലാവർക്കും പറഞ്ഞു തന്നത്. ഇതൊരു നാഷണൽ ഇൻട്രസ്റ്റ് കൂടിയാണ്. ഇത് ഭാരത് ഫസ്റ്റ് എന്നുള്ള കാര്യമാണ്. ഇന്നോവേഷൻ മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ബൈ ഇന്ത്യൻ ഫോർ ദ വേൾഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യാത്ര കൂടുതൽ എനർജറ്റിക് ആക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല വഴിയുണ്ടോ? അതായത് ബാക്കി ടൈറ്റൻസിന്റെ മുന്നിൽ വാതിൽ തുറക്കുന്ന രീതിക്കോ മറ്റോ? എനിക്ക് താല്പര്യമുണ്ട്. ആഹാ, കൊള്ളാലോ. ഞാൻ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യാൻ റെഡിയാണ്. ഡൺ. അപ്പോൾ എല്ലാവരും ഉണ്ടോ? അല്ല, ഇദ്ദേഹം 1.2 പറയുന്നുണ്ട്. അർച്ചന 1.2-വിൽ എത്ര ചെയ്യുന്നുണ്ടോ അത്ര തന്നെ എന്റെ ഉണ്ടാവും. അവരെത്ര കൂട്ടുന്നു അത്രയും ഞാനും കൂട്ടും. Done. ഐ വിൽ ഡു 50. 25 lakhs. 25 lakhs. 25 lakhs കൊണ്ടൊന്നും ഒന്നും ആവാൻ പോണില്ല. 50.
1 crore, at least 1 crore. 1. I think ഇതൊരു നാഷണൽ ഇൻട്രസ്റ്റ് ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ 1 കോടി കുറയുന്ന കാര്യം ആരും ആലോചിക്കണ്ട. ഐ എം വെരി ക്ലിയർ. 270. അങ്ങനെ പറ. ഡൺ. 70 ഡൺ. പ്രിയങ്ക 70. കം ഓൺ. എന്നാൽ ഇത്രയൊക്കെ എടുത്തില്ലേ? അപ്പൊ പിന്നെ ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഓഫർ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഋത്തിക്ക് പ്ലാൻ ചെയ്ത് വന്നത് 1.2 CR ആയിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നതിൽ 1.2 crore അർച്ചന മാഡം തന്നെ ആദ്യം കൊടുത്തു. 1.2 crore സന്ദേശ് സാറും തരുന്നു. 70 lakh അനുപം സാർ, പ്രിയങ്ക, പിന്നെ ജിമ്മി സാറും ചേർന്ന് തരുന്നു. അപ്പോൾ മൊത്തം എത്രയായി? മൊത്തം 4 മൊത്തം crore. 4 കോടി. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ടൈറ്റൻസിന് കൂടി ഒന്ന് കൈ കൊടുത്താൽ സംഗതി അടിപൊളിയാണ്. ഏറ്റവും ആദ്യം ഞാൻ തന്നെ ആവട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് റിയലി ഇംപ്രസീവ്. താങ്ക് യു സോ മച്ച്. Congrats. വളരെ നന്ദി. ഇങ്ങനൊരു പുതിയ ടെക്നോളജിയെ പറ്റി പറഞ്ഞു തന്നു. ഒപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ അതിൻ്റെ ഒരു അത്ഭുതം കൂടി നിങ്ങൾ കാണിച്ചു തന്നു. ഇവിടുന്ന് നിങ്ങൾ കൈ നിറയെ പൈസ കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചതിന്റെ 3 ഇരട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇതെത്ര ഗംഭീര ഐഡിയ ആണെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം ഇവിടെ വന്നു, ഐഡിയ പറഞ്ഞു, ഇത്രയും പേര് ഒന്നിച്ചു ചേർന്ന് പൈസ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇത് കാണുന്നത്ര എളുപ്പമായിരിക്കുകയും ഇല്ല. അല്ല. അപ്പൊ നിങ്ങൾ ഇത് എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ഇന്ന് വരെ ഓക്കെ. ഇതുവരെ എങ്ങനെ എത്തുന്നതിനിടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു അതുകൂടി എല്ലാവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കൂ. അതായത് എന്റെ ഈ മൊത്തം ജേർണി ഞാൻ ബാച്ചിലറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അന്ന് ഞാൻ 3rd ഇയറിലായിരുന്നു. അന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, ഊബർ എലിവേറ്റ്, ദ ഫസ്റ്റ് കമ്പനി ടു ബിൽഡ് എ ടാക്സീസ്. എനിക്ക് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള കുറെ ചാൻസ് കിട്ടി, കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടി. 2020 വെൻ ഐ വാസ് ദെയർ, എനിക്ക് തോന്നിയത് ഇന്ത്യയിൽ എക്കണോമിക്കലായ രീതിയിൽ ഏവിയേഷൻ ഒന്നിനും നടക്കുന്നില്ല. സോ വെൻ ഐ കേം ബാക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മാസ്റ്റേഴ്സിന് വേണ്ടി പോയപ്പോൾ ഫസ്റ്റ് ഐഡിയ എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നായിരുന്നു. ദാറ്റ് ഈസ് ദ വിഷൻ, ദാറ്റ് ഈസ് ദ മിഷൻ. ആ സമയത്ത് എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഒരാളാണ് എൻ്റെ കോ ഫൗണ്ടർ ഷൈൻ ദീപ്. ഹി വാസ് ഇൻ ഇവായ് തബി. അവനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വെറും ടെക്ക് മാത്രമേ പിടിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവനാണെങ്കിലും മാർക്കറ്റ് സൈറ്റ്സ്, ഫണ്ടിങ്, ഗ്രാൻഡ് എങ്ങനെ നേടാം, ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്താം. ഹി സെഡ് വിത്ത് ഋത്വിക്, ഐ വിൽ പുട്ട് എ ഫ്രണ്ട് ക്യാപിറ്റൽ ഇഫ് യു വാണ്ട് ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. ആൻഡ് ഐ ഓൺ റോഡ് ബോർഡഡ് സൈൻദീപ് ആസ് എ കോ ഫൗണ്ടർ. അതായത് എനിക്ക് ഇതിന്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രം പോരാ, ബട്ട് ഐ വാണ്ട് സംതിങ് വെർ യു ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ. ഐ വിൽ സർപ്രൈസ്. The first guy we both met, in which plan he was with Dash, he was 16 years. The guy who got a 30 lakhs capital surety. അവനിപ്പോ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. വിധാൻ വരൂ. Running. വേദാൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ 16 വയസ്സായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 20 വയസ്സായി കാണും. അന്ന് ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനെ പോലെ തന്നെയായിരുന്നു ഞാനും. ഈ സ്റ്റാർട്ടപ്പിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. 16 വയസ്സായതുകൊണ്ട് ഒരുപാട് ക്ലാസ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് രാത്രി 2 മണിക്ക് ലൈബ്രറിയിൽ വെച്ചാണ്. അപ്പോഴാണ് എന്നെക്കുറിച്ച് ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയുന്നത്. ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ സോൾഡ് ആയതുപോലെ ഞാനൊന്ന് സോൾഡ് ആയിരുന്നു. ശരി, ഇദ്ദേഹം ഒരു മാസ്റ്റർ എന്ന നിലയിൽ എങ്ങനെയാണ്? വഴക്കൊക്കെ പറയാറുണ്ടോ? പിന്നെ വഴക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് 16 വയസ്സല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല, മുതിർന്നവരോട്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും വഴക്ക് കേട്ട് ശീലമായി കാണും. അതിൽ വലിയ പുതുമയൊന്നും തോന്നാറില്ല. അങ്ങനെ വഴക്ക് കേട്ടും അറിഞ്ഞൊക്കെ ഞങ്ങൾ ഏതാണ്ട് ഇതുവരെ എത്തിച്ചേർന്നു. കുറെ വഴക്കൊക്കെ ഞാൻ കേൾക്കും, മതിയാകുമ്പോൾ കുറച്ച് തിരിച്ച് അങ്ങോട്ടും കൊടുക്കും. അങ്ങനെ കൊടുത്തൊക്കെയാണ് വളർന്നത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഫീലിംഗ് വെരി ഗുഡ് ആൻഡ് വെരി പ്രൗഡ് അബൌട്ട് കക്കേശ്വര. പിന്നെ എന്റെ ചേട്ടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. That's our India shining story. അതായത് പൊതുവെ നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കുന്നതാണ് ഈ ജെൻസിക്ക് വേണ്ടത്ര ഫോക്കസ് ഇല്ല, അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇതുപോലെ ഫോക്കസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ജെൻസീസിനെ നമുക്ക് ആവശ്യമാണ്. തീർച്ചയായും. ഇവരായിരിക്കും ഇന്ത്യ സ്റ്റോറിയെ മുന്നോട്ട് നയിക്കുന്നത്. ഫോർ മീ നിങ്ങളിപ്പോൾ റൈറ്റ് ബ്രദേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. അതെ, ഈ റൈറ്റ് ബ്രദേഴ്സ് ആണല്ലോ ആദ്യമായിട്ട് വിമാനം പറത്തിയവര്. എന്റെ അഭിപ്രായത്തിൽ ഇതും ആ ലെവലിലുള്ള ഒരു ഇന്നോവേഷൻ ആണ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റില്. ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് വരാറുണ്ടെങ്കിലും ഈ സ്റ്റാൻഡിംഗ് ഓവേഷൻ ഇവിടെ ആദ്യമായിട്ടായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. താങ്ക് യു. പ്ലീസ്.